പ്ലാവില കാണിച്ച് ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ RSSന്റെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജീവനാണ് അപകടത്തിലാവുക എന്ന്. ശ്രീ റിജു മാക്കുറ്റി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 ജീവനുകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ് BJPയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, മറ്റൊരു സ്ത്രീ നേരത്തെ പറഞ്ഞതുപോലെ അവർ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. അവർ പറഞ്ഞത് ഇനി ഞാൻ ജനങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ വ്യാപകമായി പ്രാദേശികമായ നേതാക്കൾ വലിയ പ്രചാരണം നടത്തി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരത്തരം ഒരിക്കലും പാടില്ലാത്തതാണ് എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. ഇവിടെയും ഉണ്ടാകുന്നത്, ഈ ആനന്ദിന്റെ കാര്യത്തിലും ഉണ്ടാകുന്നത്, അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? ശ്രീമതി മാധു, ഇപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന എന്താണെന്ന് അതിൽ പ്രവർത്തിച്ച് പ്രചാരകനായി അതിൻ്റെ വിവിധ ഘടകങ്ങളിലൂടെ കടന്നു വന്ന ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആനന്ദ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ പറയുന്ന കാര്യം തന്നെ, ഇതൊരു നിഗൂഢ സംഘടനയാണ്, ഇതൊരു ഭീകരവാദ സംഘടനയാണ്, ഇതിനകത്ത് നടക്കുന്നത് ആർക്കും അറിയില്ല. പക്ഷേ അതിൽ മാഫിയ സംഘങ്ങളും മാഫിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നാട്ടിൽ വിധ്വംസക പ്രവർത്തനങ്ങളും വിദ്വേഷവും വമിപ്പിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് അതിനകത്ത് പ്രവർത്തിച്ച ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ഈ നാടോട് പറയുന്നത്. ഈ അടുത്തൊക്കെ തന്നെ RSSനെതിരായിട്ട് വന്നിട്ടുള്ള വിമർശനം അതൊക്കെ തന്നെ, അതിനകത്ത് പ്രവർത്തിച്ച് അതിൻ്റെ കേഡർമാരായി നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ RSSനെതിരായിട്ട് പറയുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി മാറ്റുന്നതിനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിച്ച ആളെന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ RSS ഒരിക്കലും ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന RSSകാരനെയും അവരെ നന്മയെ ന്യായീകരിക്കുന്നില്ല. കാരണം ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അത്രയേറെ വിദ്വേഷവും വെറുപ്പും വമിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ എന്നുള്ളത് കൊണ്ട് അതിനകത്ത് നന്മയും തിന്മയും ഞാൻ പറയാറില്ല. പക്ഷേ അയാൾ അവിടെ സ്ഥാനാർത്ഥിയായില്ല എന്നുള്ളതാണ്. ആ സ്ഥാനാർത്ഥി ആകാതിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കിട്ടാതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിനകത്ത് തന്നെ ഒരു വനിതാ പ്രവർത്തക അവർ പറയുന്ന, നിങ്ങളിവിടെ പറഞ്ഞു, അവരുടെ ചാരിത്രത്തെയും അവരുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും വളരെ മോശമായ രൂപത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. സ്വന്തം ഈ സംഘടനയ്ക്ക് വേണ്ടി വെറുപ്പും അതോടെ വിദ്വേഷവും എല്ലാം വമിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകൾ, അതിൻ്റെ ഇന്നത്തെ നേതാക്കന്മാരായി കടന്നു വന്ന ആളുകൾ ആ സഹപ്രവർത്തകൻ മരിച്ചപ്പോൾ അത് ഉല്ലസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ്. മാനസിക വിഭ്രാന്തിയാണെന്ന് പറയുന്നു. ഇതാണ് ഇവരുടെ നിലപാട്. കാരണം ഈ സംഘടന എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ നാടിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആനന്ദിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റാണ് കേരളത്തിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നിഗൂഢ ഭീകരവാദ സംഘടനയാണ്, നിങ്ങൾ അതിനകത്ത് പോയാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വളരെ കരുതലോടുകൂടിയാണ് പുതിയ സമൂഹം RSSന്റെ ആശയത്തിലേക്ക് പോകാൻ വെമ്പുന്നവർ ഒന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്കാണ് ഈ പറയുന്ന ആനന്ദിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം. മാഫിയ സംഘങ്ങൾ, അതോടൊപ്പം തന്നെ ബ്ലേഡ് മാഫിയ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, ഇതിനൊക്കെ പോറ്റി വളർത്തുകയാണ് പല മേഖലകളിലും. ഇവർക്ക് ഇവരുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മറ്റാളുകൾക്ക് പോകാൻ പറ്റാത്ത നിഗൂഢ കേന്ദ്രങ്ങൾ പല മേഖലകളിലും ഉണ്ട്. നമുക്കെല്ലാവരും അറിയാം. അവിടെ RSS എന്താണെന്നും RSSന്റെ പ്രവർത്തനം എന്താണെന്നും ചോദ്യം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇന്ന് മരിച്ച ആ സ്ഥലത്ത് പോയപ്പോൾ പോലും അപ്രഖ്യാപിതമായ വിലക്കാണ് മാധ്യമങ്ങൾക്ക്. അവിടെ ആര് കടന്നു പോകണമെന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ RSSന്റെ ആളുകളാണ്. പക്ഷെ അവിടെയുള്ള ഈ പറയുന്ന ആനന്ദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും അതിന്റെ കൃത്യമായി അയാൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ട് ഈ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. മാഫിയ സംഘങ്ങളെയാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണ് മാഫിയാണോ ഇവർ പോറ്റി വളർത്തുന്നത്? അത്തരം ആളുകൾക്ക് മാത്രമാണ് അതിൻ്റെ ഇടം എന്നുള്ള രൂപത്തിലേക്ക് അതിൻ്റെ കാര്യകർത്താവായി പ്രത്യേകിച്ച് പല മേഖലകളിലും പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പല RSS എന്ന് പറയുമ്പോൾ ജനിച്ച നാട്ടിലല്ല, അവർക്ക് ഓരോ സ്ഥലത്തെ കൊടുക്കുകയാണ്, ഓരോ ഏരിയയാണ് അവർ തീരുമാനിക്കുക. അവിടെ വന്ന് ഇവരുടെ ഈ ശാഖാപ്രവർത്തനം നടത്തി ആളുകളാണ് ഈ ആളെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളാരും പറയുന്നില്ല. അതിന്റെ തെളിവുകൾ വോയിസ് റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഈ നാടിനോട് പറയുമ്പോൾ കോഴിക്കോട് കുന്നമംഗലത്തടക്കം പോയി ജോലി ചെയ്ത് തിരിച്ച് വന്ന് RSSന്റെ പ്രചാരകമായി കോഴിക്കോട് പോയി പ്രവർത്തിച്ച് തിരികെ വന്ന് പിന്നെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. അപ്പോൾ സാധാരണഗതിയിൽ പറയുന്നൊരു കാര്യം, RSSന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്ഥാനമാനങ്ങളെക്കുറിച്ച് ആഗ്രഹമില്ല എന്നുള്ളതാണ്. നേരത്തെ അഭിമാനബോധത്തോടു കൂടി ജയേന്ദ്ര മാസ്റ്ററും ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതേ ആളുകളാണ് ഇപ്പോൾ ഈ എന്തെങ്കിലും തരത്തിൽ അവർക്ക് നേരിട്ട സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സ്ഥാനമാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് എന്ന് പറയുകയും ചെയ്ത്. അപ്പോൾ ഒന്നുകിൽ ഞങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ കാര്യമാണ് എന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങൾ കാര്യമല്ല എന്ന് പറയണം.
ശ്രീമതി മാധു, ഈ RSS ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ ആദ്യത്തെ ഇവരുടെ ട്രെയിനിങ് എവിടെയാണ്? RSSലാണ്. അവിടുന്ന് ട്രെയിനിങ് കിട്ടി അവർ ഓരോ മേഖലകൾ BJP അതോടൊപ്പം തന്നെ ഇവരുടെ പല നൂറോളം എനിക്ക് തോന്നുന്നു സംഘടനകളുണ്ട്. ആ സംഘടനകൾക്ക് ഇവർ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ തന്നെ. അയാൾ മാഷ് തന്നെ. അദ്ദേഹം വളരെ കൃത്യമായി RSSന്റെ പ്രചാരകനായി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി അതിനകത്ത് പരിശീലനം ലഭിച്ചിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് RSS റിക്രൂട്ട് ചെയ്യാണ്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്ന ആളുകളാണ് ഇവരെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ. ഒരു സുപ്രഭാതത്തിൽ BJP ആവില്ലല്ലോ. BJP ആകണമെങ്കിൽ RSSന്റെ ട്രെയിനിങ്ങും അവരുടെ ക്യാമ്പുകളും അവരുടെ മറ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ച് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവിടെ ട്രെയിനിങ് കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ BJP ആയും മറ്റ് സംഘടനകളായി മാറുന്നത്. അപ്പോൾ RSS എന്ന് പറയുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ഇതില്ല. അതിനകത്ത് നിൽക്കുന്ന ചില ആളുകൾ അതിനകത്ത് നിൽക്കും. അങ്ങനെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തി നമ്മൾ കണ്ടതല്ലേ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനെ നടക്കുന്നു എന്ന് അതിനകത്ത് പ്രവർത്തിച്ച് പരിണിതപ്രജ്ഞരായി നിന്ന് പുറത്തു വന്നവർ ആത്മഹത്യയിലൂടെ ഈ നാടിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അത് ഗൗരവതരമാണ്. എനിക്ക് പറയാനുള്ളത് ചെറുപ്പക്കാരായ ആളുകൾ നിങ്ങൾ പോകുന്നത് നിങ്ങൾ പ്ലാവില കാണിച്ച് ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ RSSന്റെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജീവനാണ് അപകടത്തിലാവുക എന്ന് പുതിയ തലമുറയിൽപ്പെട്ട ഇതിനകത്ത് വല്ലാതെ വെമ്പൽ കൊണ്ടുകൊണ്ട് RSS ആയിക്കഴിഞ്ഞാൽ വല്ല അഭിമാനം തോന്നുന്ന ആളുകൾ ചിന്തിക്കുന്ന നന്നായിരിക്കും. ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആത്മഹത്യാ കുറിപ്പെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.